ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 18ാമത്തെ പേജിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അരിത്തമെറ്റിക് സീക്വൻസസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. വാട്ട് ഈസ് ദ 25th ടേം? വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21? അതായത് 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 25th ടേം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. നമുക്ക് അതിനെ പൊസിഷൻ ടേം എന്നുള്ള രീതിയിൽ എഴുതാവേ. പൊസിഷൻ ടേം ഫസ്റ്റ് പൊസിഷനിൽ ഏതാണ്? ഫസ്റ്റ് പൊസിഷനിൽ 11. സെക്കൻഡ് പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ 1 അല്ലേ വരുന്നത്? 1. സെക്കൻഡ് പൊസിഷനിൽ 11. തേർഡ് പൊസിഷനിൽ 21. തേർഡ് പൊസിഷനിൽ 21. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? 25th ടേം T25 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം അല്ലേ? സോ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് 11 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി T25 ഈക്വൽ ടു നമുക്ക് T3 സ്റ്റാർട്ട് ചെയ്യാവേ. T3യുടെ റൈറ്റിലല്ലേ 25 വരുന്നത്? ആണല്ലോ. അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കാം. പ്ലസ് പൊസിഷൻ ഡിഫറൻസ് 25ഉം 3യും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 25 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് T3? 21 പ്ലസ് 25 മൈനസ് 3 22 ഇൻറ്റു 10 ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 21 പ്ലസ് 220 അല്ലേ? 22 ഇൻറ്റു 10 എത്രയാ? 220. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കൂട്ടിയെടുത്താൽ മതിയാവും. 220 പ്ലസ് 21 ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 21 ചെയ്യുമ്പോൾ 241. നമ്മുടെ ആൻസർ കിട്ടിയ എത്രയാണ്? 241 ആണ് 25th ടേം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The 10th term of an arithmetic sequence is 46 and its 11th term is 51. What is the first term? Write the first 5 terms of the sequence. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 46ഉം 11ാം പദം 51ഉം ആണ്. ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അതാണ് ചോദ്യം. The 10th term of an arithmetic sequence is 46 അല്ലേ? അപ്പോൾ 10th term of an arithmetic sequence ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 46. അപ്പോൾ T10 ഞാൻ എത്രയാണെന്ന് എഴുതി? 46 എന്ന് എഴുതി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 11th term 51. 11th term എത്രയാണ്? 51. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എത്ര? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. T1 എന്ന് പറയുന്നത് എത്ര? ഓക്കെ, ഇപ്പോൾ T10ഉം T11ഉം അടുത്തടുത്ത പദങ്ങളാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കോമൺ ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു 51 മൈനസ് 46. അപ്പോൾ എത്ര കിട്ടും? 51 മൈനസ് 46 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കിട്ടുക? 5 ആണ് കിട്ടുന്നത്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്കിനി എന്താ വേണ്ടത്? ഫസ്റ്റ് ടേം അല്ലേ വേണ്ടേ? സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് T10 അറിയാം അല്ലേ? T10ൻ്റെ ലെഫ്റ്റിലല്ലേ ഫസ്റ്റ് ടേം വരുന്നത്? ആണല്ലോ. 10ൻ്റെ ലെഫ്റ്റിലല്ലേ 1 വരുന്നത്? ആണല്ലോ. അതുകൊണ്ട് നമുക്ക് T10 നിന്ന് കുറയ്ക്കണം. മൈനസ് എന്ത്? പൊസിഷൻ ഡിഫറൻസ് എടുക്കാം. പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ T1 ആൻഡ് T10. പൊസിഷൻ ഡിഫറൻസ് 10ഉം 1ഉം തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 which is equal to what is T10? T10 എന്ന് പറയുന്നത് എത്രയാ? 46 മൈനസ് 10 മൈനസ് 1 9 ഇൻറ്റു 5 ആണല്ലോ. which is equal to 46 മൈനസ് 45 എത്ര കിട്ടും? ഇപ്പോൾ 1. ആൻസർ എത്രയാണ്? 1. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആ സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എത്ര കിട്ടി? 1.
സെക്കൻഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 ആഡ് ചെയ്യണം. അപ്പോൾ 1 + 5 6, അടുത്ത 6 + 5 11, 11 + 5 16, 16 + 5 21 ആയില്ലേ? 5 പദങ്ങളായില്ലേ? മതി, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the 21st term of the arithmetic sequence 100, 95, 90, etc.? അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 100, 95, 90, etc. ഈ ഒരു ശ്രേണിയിലെ 21ാമത്തെ പദം ഏതാണ്? 21st ടേം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പൊസിഷൻ ഡിഫറൻസ് നമുക്ക് വേണം, കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് ദ കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 95 മൈനസ് 100 നമുക്ക് എന്ത് കിട്ടും? -5. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, 100ൽ നിന്ന് 95 കുറയ്ക്കുമ്പോൾ 5, അതിലൊരു -5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -5. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? -5 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? 21ാമത്തെ പദമാണ് ചോദിച്ചേക്കുന്നത് ആണല്ലോ. സോ T21 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 100 അറിയാം. അപ്പം ഞാൻ അത് തന്നെ എടുക്കുവാണ്. T10 പ്ലസ് ഈ 25th ടേം എന്ന് പറയുമ്പോൾ എന്തായാലും ഫസ്റ്റ് ടേമിൻ്റെ റൈറ്റിലല്ലേ വരിക, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് അടുത്ത് എന്താണ്? പ്ലസ് പൊസിഷൻ ഡിഫറൻസ്. നമുക്ക് T1 അറിയാം 100, അടുത്ത് T21 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവ തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 21 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള -5. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു what is T1? 100 plus 21 minus 1 20 into -5 which is equal to 100. 20 into -5 -100 ആണ്, which is equal to 0. ഓക്കെ, 20 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണ്, -5 നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അതുകൊണ്ട് ഇവിടെ -100 വന്നു. 100 minus 100 ആൻസർ വിൽ ബിക്കം 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The 10th term of an arithmetic sequence is 56 and its 11th term is 51. What is the first term? Write the first 5 terms of the sequence. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 56ഉം 11ാം പദം 51ഉം ആണ്. എന്നാൽ ശ്രേണിയിലെ 1ാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. എളുപ്പമാണ്, നമ്മൾ തൊട്ട് മുന്നേ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണല്ലേ. നമുക്കൊന്ന് ചെയ്താലോ? The 10th term of an arithmetic sequence is 56. അപ്പോൾ 10th term of an arithmetic sequence ആണ് എത്ര? 56 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേറെന്ത് പറഞ്ഞിട്ടുണ്ട്? ആൻഡ് ഇറ്റ്സ് 11th term, തൊട്ടടുത്ത പദം 11th term എന്ന് പറഞ്ഞാൽ 51 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ആയിട്ടുള്ള T1 എത്ര? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം T10 56, T11 51 ആകുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ടേംസിൻ്റെ ഡിഫറൻസ് എടുക്കുക അല്ലേ. 11th ടേം മൈനസ് 10th ടേം, 51 മൈനസ് 56 എന്ന് പറയുന്നത് എത്രയാ? 56ൽ നിന്ന് 51 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 അല്ലേ. അപ്പോൾ 51ൽ നിന്ന് 56 കുറച്ചാൽ ആൻസർ വിൽ ബിക്കം -5. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ ആൻസർ നെഗറ്റീവ് ആണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ -5 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് -5 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് T1 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു 10th ടേം പ്ലസ് ഇവിടെ എന്താണ്? പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ T1 ആൻഡ് T10. പൊസിഷൻ ഡിഫറൻസ് എടുക്കുമ്പോൾ 10 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്യുക. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് T10 എന്ന് പറഞ്ഞാൽ എത്രയാ? 56. ഇവിടെ ടീച്ചർ പ്ലസ് ആണ് ഇട്ടത്, മൈനസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. മൈനസ് ആണ് കാരണം T10ൻ്റെ ലെഫ്റ്റിലാണ് എന്ത് കിടക്കുന്നത്? T1 കിടക്കുന്നത്, അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ 56 മൈനസ് 10 മൈനസ് 1 വിൽ ബിക്കം 9. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? -5 ആണ്, ഇൻറ്റു -5 വിച്ച് ഈസ് ഈക്വൽ ടു 56 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 9 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45. അന്നേരം ആൻസർ എത്ര?
6 plus 5 11, 5 plus 4 9, 9 plus 1 10. 101 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്നത് 101, ഫസ്റ്റ് ടേം T1 101. ഇതിൽ നിന്നൊരു 5 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 96 ആണ്. 96 നിന്ന് വീണ്ടും ഒന്ന് 5 കുറച്ച് 96 നിന്ന് 5 കുറയ്ക്കുമ്പോൾ വീണ്ടും 91, അടുത്ത് 86, അടുത്ത് 81 ഇങ്ങനെ കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് -5 അല്ലേ, അതുകൊണ്ട് കുറച്ച് എഴുതുക. ഓക്കെ, 101 നിന്ന് 5 കുറയ്ക്കുക, അല്ലെങ്കിൽ 101 -5 ചെയ്യുമ്പോൾ 96, 96 -5 ചെയ്യുമ്പോൾ 91, 91 -5 ചെയ്യുമ്പോൾ 86, 86 -5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 81 കിട്ടും. ഓക്കെ, ഡിക്രീസിങ് സീക്വൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോ, അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കാരണം കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഡിക്രീസ് ചെയ്ത് വരുന്ന സീക്വൻസിലാണ്. അതുകൊണ്ട് നിങ്ങളത് വൃത്തിക്ക് പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. 18ാമത്തെ പേജിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.